ക്രിസ്തുയേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ ദാസനായ പ്രവാചകനുമായ വാര്യാപുരം യോഹന്നാച്ചായൻ, അതുപോലെ തന്നെ പ്രവാചകനായ സാമച്ചൻ പാസ്റ്റർ, മെലക് പുനലൂർ, ഈ രണ്ട് പ്രവാചകന്മാരിൽ കൂടി കർത്താവ് എനിക്ക് പ്രബോധനം തന്നു. സ്തോത്രം. സമ്പത്തിലും ബുദ്ധിയിലും വിദേശ രംഗത്തും അത്യുത്തമം. വീരപ്രവൃത്തിയാൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. രോഗശാന്തി തലത്തിൽ കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ, യാചിക്കുമ്പോൾ രോഗികളുടെ സൗഖ്യത്തിനായി ദൈവം വീര്യപ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തു യേശു തന്നെ, ആമേൻ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സത്യദൈവമായ, നിത്യദൈവമായ, സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ യേശു ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ താങ്കളുടെ ഹൃദയകവാടത്തിൽ നിന്ന് മുട്ടുന്നു. താങ്കൾ അവനെ തൻ്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുകയാണെങ്കിൽ, യേശു നാം പാപികളായ മാനവരാശിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപപരിഹാരത്തിനായി എനിക്ക് നിത്യജീവൻ തരുവാൻ വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്താൽ സൗജന്യമായി രക്ഷ പ്രാപിക്കാം. ആത്മരക്ഷയ്ക്ക് 5 പൈസ മുടക്കേണ്ട കാര്യമില്ല. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് സകലതും കിട്ടും. ഒരു മനുഷ്യൻ തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ, ഈ ഭൂമി മുഴുവനും നേടിയിട്ടും ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ആകയാൽ ഈ താങ്കളുടെ രക്ഷയ്ക്കുള്ള സുവിശേഷം ആദ്യം പറയുന്നത് ഇതുകൊണ്ടാണ്. താങ്കൾക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടോ അല്ലെങ്കിൽ താങ്കളുടെ ആവശ്യങ്ങൾ നിറവേറുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ അതിലും ഉപരിയാണ് ആത്മരക്ഷ ആദ്യമേ കരസ്ഥമാക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ നാം എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നിമിഷം ഈ ലോകത്തിൽ ജീവിക്കും അല്ലെങ്കിൽ എത്ര വർഷം നാം ജീവിക്കും നാം അറിയുന്നില്ല. ഏത് സമയവും അകത്തോട്ട് വലിച്ച ശ്വാസം പുറത്തേക്ക് ഇടുമോ തിരിച്ചിടുമോ നാം അറിയുന്നില്ല. ദൈവത്തിൻ്റെ കാര്യത്തിലാണ് ഓരോ മനുഷ്യരുടെയും ആയുസ്സും ജീവശ്വാസവും. സ്തോത്രം. ആകയാൽ നമ്മുടെ മരണം നമ്മെ സകല മനുഷ്യരുടെ മുമ്പാകെ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ റാപ്ചർ കൈവിടപ്പെട്ടു പോവുക, ഇത് സംഭവിക്കുക. ഹല്ലേലൂയ. മരണം ഏത് സമയം സംഭവിക്കുക. ആമേൻ, സ്തോത്രം. ആകയാൽ യേശുവിനെ രക്ഷിക്കപ്പെടാതെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ മരിക്കുകയാണെങ്കിൽ പിന്നെ അവൻ്റെ മേലെ ന്യായവിധിയേ ഉള്ളൂ. ന്യായവിധി കഴിഞ്ഞ് അവനെ തീപ്പൊയ്കയിലേക്ക്, സാത്താനും അവൻ്റെ ദൂതന്മാരും കിടക്കുന്ന തീപ്പൊയ്കയിലേക്ക് എറിയും. അവിടെ യാതന അനുഭവിക്കേണ്ടി വരും. തീയും ഗന്ധവും, കെടാത്ത തീയും ചാകാത്ത പുഴുവും പിശാചിൻ്റെ ആക്രോശങ്ങളും ഇതെല്ലാം കേട്ട് സഹിക്കേണ്ടി വരും നിത്യയും.